പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങളിലാണ് ക്രൂശിലെ 3-ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു കവിതയുണ്ട്. അമ്മ തൊട്ടിൽ എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയുടെ സാരാംശം ഇതാണ്: വൃത്തിയായ ഒരു അമ്മയെ ഉപേക്ഷിക്കുവാനായി കാറിൽ പുറപ്പെടുന്ന മകൻ. എന്തിനു പോകുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുകയാണ് അമ്മ. ആളൊഴിഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുത്തെത്തിയപ്പോൾ അമ്മയെ അവിടെ ഇറക്കി വിട്ടാലോ എന്ന് മകൻ ആലോചിച്ചു. അപ്പോൾ പ്രസവിച്ച് കളഞ്ഞ ഒരു തെരുവ് നായ അവരുടെ മേൽ ചാടി വീണു. തൻ്റെ കുഞ്ഞുങ്ങളെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കരുതിയായിരിക്കാം ആ തെരുവ് നായ അവരെ കുരച്ച് ചാടിയത് അവരുടെ മേൽ. വീണ്ടും കാർ മുന്നോട്ട് നീങ്ങി. ഒരു പഴയ വിദ്യാലയത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ അമ്മയെ ഇറക്കി വിട്ടാലോ എന്ന് മകൻ ആലോചിച്ചു. അപ്പോൾ തന്നെ കുഞ്ഞിലെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് വരുവാൻ കാത്തു നിൽക്കുന്നതും മകൻ ഓർത്തു. അവിടെ ഉപേക്ഷിക്കാതെ വീണ്ടും കാർ മുന്നോട്ട് നീങ്ങി. വിജനമായ ഒരു ആളൊഴിഞ്ഞ പഴയ ആശുപത്രിയുടെ പരിസരത്തെത്തിയപ്പോൾ അവിടെ അമ്മയെ ഇറക്കി വിട്ടാലോ എന്ന് മകൻ ആലോചിച്ചു. അപ്പോൾ താൻ കുഞ്ഞിലെ പനി പിടിച്ച് കിടന്നപ്പോൾ തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയതും ഒരു കൺപോള പോലും അടയ്ക്കാതെ തന്നെ നോക്കിയിരുന്നതും മകൻ ഓർത്തു. ഇനി എവിടെയാണ് അമ്മയെ ഉപേക്ഷിക്കേണ്ടത്? ആ മകൻ ആലോചിച്ചു. കാർ വന്ന വഴിയിലൂടെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങി. തൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനുമിടയിൽ അമ്മ ഒരു ബാധ്യതയാകുമെന്ന് കരുതിയായിരിക്കാം ആ മകൻ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാനായി ഭാവിച്ചത്. ഇത് വെറും ഒരു കവിതയാണെങ്കിലും പല കുടുംബങ്ങളിലെയും യാഥാർത്ഥ്യം വരച്ചു കാട്ടുകയാണ് കവി. തൻ്റെ ഭൗതിക ജീവിതങ്ങൾക്കിടയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ ഭാവിക്കുന്ന പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇവിടെ അവ്യക്തമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മൊഴിയാണ് 3-ാമത്തെ മൊഴി. വേദപുസ്തക പണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് ഇതൊരു കരുതലിൻ്റെ മൊഴിയായിട്ടാണ്. യേശു ക്രൂശിൽ കിടന്ന് വേദനയും പരിഹാസവും അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴും യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെയും കരുതുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം ഈ മൊഴിയിലൂടെ 3 ചിന്തകളാണ് ദർശിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധപ്പെടുത്തുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫാമിലി. കുടുംബജീവിത ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മൊഴിയിലൂടെ വ്യക്തമാണ്. യേശു ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും തൻ്റെ അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യേശു ചെയ്തത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കരുതുന്ന ഒരു യേശുവിനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ അമ്മയും താൻ ശിഷ്യനും നിൽക്കുന്ന കണ്ടിട്ട്, ഇതാ നിൻ്റെ മകൻ എന്ന ശിഷ്യനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ക്രൂശിൻ്റെ അരികിലേക്ക് വരുന്നവരാരും നിരാശയോടെ മടങ്ങിപ്പോകുന്നില്ല. യേശു അവർക്ക് ആശ്വാസം കൊടുത്തിട്ടാണ് വിടുന്നത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും തൻ്റെ അമ്മ താഴെ ഇരുന്ന് വിലപിക്കുന്നത് യേശു കാണാനായിട്ടിടയുണ്ടായി. യേശു തൻ്റെ അമ്മയ്ക്ക് മകനായി യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ക്രൂശിൻ്റെ അരികിലേക്ക് വരുന്നവരെ ആരും യേശു നിരാശയോടെ മടങ്ങിപ്പോകാനായിട്ട് അനുവദിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകം ദുഃഖവെള്ളിയാഴ്ചകൾ ആചരിക്കുന്നു, ക്രൂശിലെ മൊഴികൾ ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, നമുക്ക് ക്രൂശിൻ്റെ അരികിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിനായി നമ്മളേവരെയും ക്രിസ്തുവേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ.